സദസ്സിനെ അധ്യക്ഷം വഹിക്കുന്ന സംഭൂജനായ സ്വാമി ഗീതാനന്ദി, അതുപോലെ തന്നെ മറ്റ് സന്യാസവർണ്ണകൾ, അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ സാമൂഹിക രംഗത്ത് വളരെ ഗുണകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ജനപ്രതിനിധികളിലൂടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ഈ സദസ്സിലിരിക്കുന്ന ഭഗവാന്റെ ഉത്തമ സന്താനങ്ങളും അതിന്റെ ഉത്തമ മിത്രങ്ങളുമായിട്ടുള്ള ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നമസ്കരിച്ചു. ഇവിടെ ബഹുമാന്യ ഗീതാനന്ദ സ്വാമി ഇവിടെ അറിയിച്ചതുപോലെ ചാനലിൽ ഇവിടെ എത്തി എന്നുള്ളതൊഴിച്ചാൽ ഈ 30ാമത് വാർഷികം വരെ ഇതിന്റെ അടുത്ത ബന്ധുവായിട്ട് നിലനിൽക്കുവാൻ അവസരം ഭഗവാൻ ദാനമായി നൽകിയ ഒരു ഭാഗ്യ ജന്മമാണ് എന്റേത്. അതുകൊണ്ട് തന്നെ 31ാമത് വാർഷികത്തിൽ ഇവിടെ എത്തിച്ചേർന്നുള്ള ആഗ്രഹം മനസ്സിൽ തോന്നുകയും ചിറ്റാപ്രദേശത്തുള്ള ഭഗവാന്റെ സൽസന്താനങ്ങളായിട്ടുള്ള ആത്മസന്താനങ്ങളുടെ സഹകരണത്തോടുകൂടി ഇവിടെ എത്തിച്ചേരുവാൻ അവസരം ലഭിക്കുകയും ചെയ്തതിൽ ഭഗവാനോട് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പൊ ഈ അവസരത്തിൽ വൈകിയ വേളയിൽ ഇപ്പൊ 2 മണിക്ക് ഊണ് കഴിക്കാവല്ലോ, ചെറിയൊരു ഡയബറ്റിക്കിന്റെ കുഴപ്പമൊക്കെയുള്ള ആളാണ് ഞാൻ, ചെറിയൊരു പാരവേശമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഊണ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനായ ഗീതാനന്ദ സ്വാമി ഇങ്ങനെ ഒരു നിയോഗം എനിക്കായിട്ട് ധാരണ നൽകി. അപ്പൊ ഒരുപക്ഷെ അത് ഭഗവാൻ നിയോഗമായിട്ട് കാണുക. കാരണം 4ാം തിരുശരീര വാഴ്ചയില് ഭഗവാൻ പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു: ഭക്തി കൊണ്ട് ശക്തി ഉദയമായാൽ ബോധം കൊണ്ട് നേടണം. അപ്പൊ ഈ ആഘോഷവേളകളിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സകല സന്താനങ്ങൾ, അത് ഭക്തരാകട്ടെ, വിശ്വാസികളായിട്ട്, ജനപ്രതിനിധികളായിട്ട്, ആരുമാകട്ടെ, ഒരുപക്ഷെ ഇവിടെ നമ്മൾ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളവർ ഒഴികെ ബാക്കി എല്ലാവരും ഇങ്ങനെ ഭൂമിയിൽ ഒരു ആദർശം ഉണ്ടെന്നും ആ ആദർശത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കണമെന്നും വളർത്തണമെന്നും ചിന്തിച്ചു വന്നവരല്ല. അപ്പൊ ഭഗവാൻ തിരുശരീരം സ്വീകരിച്ചിട്ട് ഇന്ന് 5ാമത്തെ തിരുശരീരത്തിൽ ഇങ്ങനെ വാഴുകയും ഈ 5 തിരുശരീരങ്ങളിൽ ആദ്യ തിരുശരീരം കണ്ടവരാരും തന്നെ ഇവിടെ ഇല്ല, അത് ഉറപ്പാക്കുക. പിന്നീട് ഓരോ തിരുശരീരത്തിൽ കൂടി 2ാമത്, 3ാമത്, 4ാമത്, ഇന്ന് 5ാമത്, അങ്ങനെ 4 തിരുശരീരങ്ങൾ കൂടിയാണ് ഈ ആദർശത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവിടെയാണ് 4ാം തിരുശരീരത്തിൽ നിന്ന് കൽപ്പിച്ച ആ ശബ്ദത്തിന്റെ മഹത്വം. ഇന്നിപ്പോ ഇതാ ഈ കഴിഞ്ഞ 30 വർഷങ്ങളില് ഞാൻ അതിന് കൃത്യമായ കണക്കൊന്നും ഓർക്കുന്നില്ലെങ്കിലും ബഹുഭൂരിപക്ഷം വർഷങ്ങളിൽ എനിക്കിവിടെ എത്താനുള്ള അവസരം കിട്ടി. ഇന്ന് 31ാമത് വർഷം. അപ്പൊ ഈ 30 വർഷമായിട്ട് കാണാത്ത ഒരു സ്വീകരണം ഭഗവാന്റെ ആദർശ കർമ്മങ്ങൾക്ക് ഇന്നുണ്ടായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആദർശം ഇവിടെ നമ്മൾ സാധാരണ ഈ ചക്രപാണി പ്രദേശത്ത് പോയി ഘോഷയാത്ര വന്ന് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന അവിടെ വന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ്. ഏതായാലും ആ ഘോഷയാത്ര ഇന്ന് വളരെ ഒരു മനസ്സിനൊരു സംഘർഷം, അല്ലെ മനസ്സിനൊരു സംശയം തോന്നൊക്കെ ഇവിടെ തിരിച്ച് ഈ സന്നിധാനത്ത് കയറി വന്നതിന് ശേഷം ഭഗവാന്റെ ഒരു തിരുനിശ്ചയം, തീരുമാനം എന്നതുപോലാണ് പിന്നീട് ഇവിടെ കൂടിയ നല്ലൊരു വിഭാഗം ഭക്തജനങ്ങള് വാദ്യഘോഷങ്ങളോട് കൂടി തന്നെ ഇവിടുന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ചെല്ലുകയും ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയും ഭക്തജനങ്ങള് ഭഗവാന്റെ ഈ വരവിനെ കാത്ത് ആ നിറഞ്ഞ ഒരുക്കോടുകൂടി അവിടെ ഇരുന്നു എന്നുള്ളതാണ് അത്ഭുതകരമായ കാഴ്ച. അപ്പൊ ഞാൻ പറഞ്ഞത് പോലുള്ള വേറൊന്നുമല്ല, ഇതിന്റെ നടത്തിപ്പുകാരൻ ഈശ്വരനാണ്. നമ്മളൊക്കെയും ഓരോ അവസരങ്ങളിൽ ദുഃഖങ്ങൾക്ക് യാതൊരു നിവാരണവും ഉണ്ടാകാതെ ആ ദുഃഖ പരിഹാരത്തിനായിട്ട് സാക്ഷാൽ ജഗന്നിയന്താവാകുന്ന ജഗതീശ്വരന്റെ പാദത്തിൽ ഓടിയെത്തി അവിടുത്തെ ദുഃഖ നിവാരണം വരുത്തി ഭക്തരായി മാറി. ആ ഭക്തി കൊണ്ട് വന്നപ്പോ നമ്മളിൽ ശക്തി ഉണ്ടായി. ശക്തി വന്നപ്പോ നമ്മൾ എന്തുണ്ടായി? അഹങ്കാരം ഉണ്ടായി. ആ അഹങ്കാരം ഉണ്ടായപ്പോൾ നമ്മൾ നന്ദി കെട്ടവരായി മാറിപ്പോയി. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാരണം വിശപ്പിന്റെ വിളി വളരെ കൂടുതലാണ്. ഭഗവാൻ തന്നെ തന്റെ കീർത്തനത്തിൽ പറഞ്ഞ ഒരു കീർത്തനമുണ്ട്. 1ാം ബാല്യത്തിൽ 235ാമത് കീർത്തനമാണത്. എവിടേക്ക് പോകുന്നു വഞ്ചികളെ നിങ്ങൾ, വഞ്ചനയിൽ പെട്ടലഞ്ഞിടല്ലേ, ആയക്കാറ്റങ്ങു വലച്ചിടുവാൻ ചുറ്റിയടിക്കുന്നതോർത്തുകൊള്ളുക. അമരലോകത്തിന്റെ അധിപതിയായി അമരക്കാരനങ്ങു കൂടെയുണ്ട്. അമരലോകത്തിലങ്ങെത്തും വരെ അമരക്കാരന്റെ ചിത്തയ്ക്കു വേണം. ആ അമരക്കാരൻ ഇന്നും നമ്മളോടൊത്ത് നമ്മളെ നയിച്ചുകൊണ്ട് നമ്മളുടെ കൂടെ
തിരുശബ്ദത്തിൽ ശക്തി കലർത്തി ആ ശബ്ദത്തിൽ കൂടി തന്റെ ആദർശ കർമ്മങ്ങൾ ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അവതാര രൂപത്തെ അറിയാനുള്ള അറിവ് നിന്നിലല്ലേ നമ്മിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നിന്ദ്യരായി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ഇത് ആദർശ പുരുഷന്റെ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ ആദർശ പുരുഷൻ തന്നെയാണ് ഇത് നടത്തിപ്പ്. ആ ഗുരുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക, നിന്ദിതരായി പോവാതെ ഈശ്വരൻ നമ്മെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഗുരുവാക്കുന്നു.